നമ്മുടെ തേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഓപ്പറ എക്സാമിന്റെ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബെൻസോഡയസെപ്പീൻസ് ആർ നോട്ട് ഇൻഡിക്കേറ്റഡ് ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. സോ ഇതിലെ ഏതിനാണ് ബെൻസോഡയസെപ്പീൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ കൊടുക്കാത്തത്, ഇതിൽ ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് പറയുന്നത് മസിൽ സ്പാസം, ആൻസൈറ്റി, ഡിപ്രഷൻ, അക്യൂട്ട് ആൽക്കഹോൾ വിത്ഡ്രോവൽ. ഇതാണ് ഓപ്ഷൻസ്. സോ ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിപ്രഷൻ. കാരണം എന്താന്ന് വെച്ചാൽ ബെൻസോഡയസെപ്പീൻ പറയുന്നത് നമ്മൾ കോമൺലി ആൻസൈറ്റി, മസിൽ സ്പാസം, അതേപോലെ തന്നെ അക്യൂട്ട് ആൽക്കഹോൾ വിത്ഡ്രോവലിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. അത് നമ്മൾ ഡിപ്രഷന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിൻ അല്ല. അതേപോലെ തന്നെ നമ്മൾ ഡിപ്രഷൻ ഉള്ള ഒരു പേഷ്യന്റിന് നമ്മൾ ബെൻസോഡയസെപ്പീൻ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ലോങ് ടേം യൂസ് നമ്മൾ ബെൻസോഡയസെപ്പീൻ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ സിംറ്റംസ് വേഴ്സൺ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ നമ്മൾ ടിപ്പിക്കലി നമുക്ക് ഈ ബെൻസോഡയസെപ്പീൻ എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രഷൻ ഉള്ള പേഷ്യന്റിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡ്രഗ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Which one of the following statement is incorrect regarding methadone? So methadone പറ്റിയിട്ട് ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. Can be given parenterally, is an opioid antagonist, has a long elimination half-life, has significant analgesic effect. സോ ഇതിലെ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ ആൻസർ വരുന്ന എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഈസ് ആൻ ഒപ്പിയോയിഡ് ആന്റഗോണിസ്റ്റ്. കാരണം മെത്തഡോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഒപ്പിയോയിഡ് അഗോണിസ്റ്റ്. ആന്റഗോണിസ്റ്റ് അല്ല, അതൊരു ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്? അത് ഒരു ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ സിമിലർ എഫക്ട്, ഒപ്പിയോയിഡിന്റെ സിമിലർ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെത്തഡോൺ എന്ന് പറയുന്നത് ഒപ്പിയോയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പിക്കും, അതായത് അഡിക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അനാൾജസിക്സ്, അഡിക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് മെത്തഡോൺ. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ക്യാൻ ബി ഗിവൺ പാരന്റലി, കറക്റ്റ് ആണ്. ഹാസ് എ ലോങ് എലിമിനേഷൻ ഹാഫ് ലൈഫ്, ഇറ്റ്സ് കറക്റ്റ്. ഹാസ് സിഗ്നിഫിക്കന്റ് അനാൾജസിക് ആക്ടിവിറ്റി, അതും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മേ കോസ് ആൻ എലവേഷൻ ഓഫ് പ്ലാസ്മ ലിത്തിയം ലെവൽ വിത്ത് റിസൾട്ടന്റ് റിസ്ക് ഓഫ് ടോക്സിസിറ്റി. സോ ഇതിൽ എന്ത് ചെയ്യുമ്പോഴാണ് പ്ലാസ്മ ലിത്തിയം ലെവലിന്റെ അളവ് കൂടുന്നത് എന്നിട്ട് അത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. മോഡറേറ്റ് എക്സസൈസ്, സോൾട്ട് ഇൻടേക്ക് റിഡക്ഷൻ, സ്മോക്കിംഗ് സെസേഷൻ, ഹൈപ്പോതൈറോയിഡിസം. സോ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സോൾട്ട് ഇൻടേക്ക് റിഡക്ഷൻ. സോ എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ ലിത്തിയം എന്ന് പറയുന്നത് സോഡിയം ലെവലുമായിട്ട് നല്ല ഇൻഫ്ലുവൻസ് ചെയ്ത് കിടക്കുന്നതാണ്. ലിത്തിയം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഡിയം ലെവൽസ്. ഓക്കെ, സോ നമ്മുടെ ബോഡിയിൽ ഒരു സോൾട്ട് ഇൻടേക്കിന് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ സോഡിയം ലെവൽ കുറയും അല്ലെ? സോൾട്ട് ഇൻടേക്ക് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ സോഡിയം ലെവൽ കുറയും. സോ അങ്ങനെ കിഡ്നി എന്ത് ചെയ്യും? മോർ ലിത്തിയം റീറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള പ്ലാസ്മ ലിത്തിയം ലെവൽ കൂടും. അങ്ങനെ ടോക്സിസിറ്റി സംഭവിക്കും. അതായത് കിഡ്നി തെറ്റിദ്ധരിക്കും, ലിത്തിയവും സോഡിയവും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ട് ലിത്തിയത്തിന്റെ അളവ് നമ്മുടെ കിഡ്നിയിൽ കൂടി എന്ത് സംഭവിക്കും? പ്ലാസ്മ ലിത്തിയം ലെവൽ കൂടും. അങ്ങനെ ടോക്സിസിറ്റി കൂടും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മോഡറേറ്റ് എക്സസൈസ്. മോഡറേറ്റ് എക്സസൈസ് ഒരു ഡയറക്റ്റ് എഫക്റ്റ് ഇല്ല, അത് ജസ്റ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, അല്ലാണ്ട് ഒരു ഡയറക്റ്റ് എഫക്റ്റ് ഇല്ല. അതേപോലെ സ്മോക്കിംഗ് സെസേഷനും ഡയറക്റ്റ് എഫക്റ്റ് ഇല്ല. ഹൈപ്പോതൈറോയിഡിസത്തിനും ഡയറക്റ്റ് എഫക്റ്റ് ഇല്ല. പിന്നെ നമ്മുടെ ലിത്തിയം തെറാപ്പിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഹൈപ്പോതൈറോയിഡിസം വരുന്നുണ്ട്, അല്ലാണ്ട് ഡയറക്ട്ലി ടോക്സിസിറ്റിയുമായിട്ട് ഒരു റിലേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പ്രോപ്പർട്ടീസ് ഡു ഡ്രഗ് ദ ഡെമോൺസ്ട്രേറ്റ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക് ഷോ? സോ ഇതിലെ ഏതാണ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് കാണിക്കുന്നത്? ഇതിലെ ഓപ്ഷൻസിൽ ഏതാണ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ഡ്രഗ് മെറ്റബോളൈറ്റ്സ് ഈസ് ഫോംഡ് ആസ് ദി അഡ്മിനിസ്റ്റേർഡ് ഡോസ് ഇൻക്രീസസ്. The elimination half-life increases as the administered dose is increased. The area under the curve increases in direct proportion to an increase in the administered dose. Steady state drug concentration increases in direct proportion to the dosing rate. സോ ഇതിലെ ഏതാണ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് ദ എലിമിനേഷൻ ഹാഫ് ലൈഫ്. ഓക്കെ, എലിമിനേഷൻ ഹാഫ് ലൈഫ് ആണ് കൂടുന്നത് ആസ് ദി അഡ്മിനിസ്റ്റേർഡ് ഡോസ് ഇസ് ഇൻക്രീസ്ഡ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ നമുക്ക് ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഡ്രഗ് മെറ്റാബോളിസം അല്ലെങ്കിൽ എലിമിനേഷൻ എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ആവും. സോ അങ്ങനെ സാച്ചുറേറ്റ് ആവുമ്പോൾ ആ ഡ്രഗ് അക്യുമുലേറ്റിംഗ് ഇൻ ദ ബോഡി അല്ലെങ്കിൽ ആ ഒരു ആ ഡ്രഗ് അക്യുമുലേഷൻ ദ ബോഡി അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ആവും. അങ്ങനെ എന്ത് സംഭവിക്കും? എലിമിനേഷൻ ഹാഫ് ലൈഫ് ലോങ്ങർ ആവും. അപ്പൊ ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എലിമിനേഷൻ ഹാഫ് ലൈഫ് ലോങ്ങർ ആവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ഡ്രഗ് മെറ്റബോളൈറ്റ്സ് ഇസ് ഫോംഡ് ആസ് ദ അഡ്മിനിസ്റ്റേർഡ് ഡോസ് ഇൻക്രീസസ്.
ഇത് നോൺ ലീനിയർ ഫാർമക്കോ കൈനറ്റിക്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഓക്കെ. ഇനിയും ഓപ്ഷൻ സി എന്താണ്? The area under the curve increases in direct proportion to an increase in administered dose. ഇത് ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ. The steady state of നെക്സ്റ്റ് ഓപ്ഷൻ ആണ് the steady state drug concentration increases in direct proportion to the dosing rate. ഇതും എന്താണ്? more typically to the drugs with linear pharmacokinetics ആണ്, നോൺ ലീനിയർ അല്ല. സോ ഇവിടെ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 22-year-old female who is 33-week pregnant is in premature labor. Which one of the following drug can be given to the mother to promote fetal lung maturity? So ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 22 വയസ്സുള്ള ഫീമെയില് 33 വീക്സ് പ്രഗ്നന്റ് ആണ്, അവർക്ക് പ്രീമെച്വർ ലേബർ ആയിട്ടുണ്ട്. സോ ആ മദറിന് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ടു പ്രൊമോട്ട് ഫീറ്റൽ ലങ് മെച്യൂരിറ്റി. ഓക്കെ. ഓപ്ഷൻസ് വരുന്നത് ബീറ്റാമെത്താസോൺ, ഫ്ലൂഡ്രോകോർട്ടിസോൺ, സാൽബ്യൂട്ടമോൾ, സ്പൈറനോലാക്ടൻ. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. ആൻസർ എന്താണ്? ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ബെറ്റാമെത്താസോൺ. സോ ബെറ്റാമെത്താസോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പ്രീ ടേം ലേബറിൽ, അതായത് ഫീറ്റൽ ലങ് മെച്യൂരിറ്റിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീ ടേം ലേബറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോമൺ സ്റ്റിറോയിഡ് ആണ് ബെറ്റാമെത്താസോൺ. അതെന്താണ് ചെയ്യാം? നമ്മുടെ ഫീറ്റൽ ലങ്സിലുള്ള സർഫാക്റ്റിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്നിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് കുറയ്ക്കും. അങ്ങനെ ആ പ്രീമെച്ചർ ഇൻഫാൻസിനുള്ള സിംറ്റംസ് എല്ലാം റെഡ്യൂസ് ചെയ്യാണ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫ്ലൂഡ്രോകോർട്ടിസോൺ. ഈ ഫ്ലൂഡ്രോകോർട്ടിസോൺ എന്ന് പറയുന്നത് അതൊരു മിനറലോ കോർട്ടിക്കോയിഡ് ആണ്. മിനറലോ കോർട്ടിക്കോയിഡ് ആണ്. മോസ്റ്റ്ലി ഫോർ അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണ് നമ്മൾ കൊടുക്കുക, നോട്ട് ഫോർ ഫീറ്റൽ ലങ് മെച്യൂരിറ്റി. ഇനി സാൽബ്യൂട്ടമോളോ, അതൊരു അഗോണിസ്റ്റ് ആണ്, യൂസ്ഡ് ഫോർ ബ്രോങ്കോ ഡയലേഷൻ. ഓക്കെ. ഇനിയും സ്പൈറനോലാക്ടൺ ആണെങ്കിലോ അത് കൂടുതലായിട്ടും നമ്മൾ ഹാർട്ട് ഫെയിലിയർ കണ്ടീഷനിലാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ആൾഡോസ്റ്റിറോണിസം കണ്ടീഷനിലാണ് കൊടുക്കുക. അതല്ലാണ്ട് നമ്മൾ ഫീറ്റൽ ലങ് മെച്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്പൈറനോലാക്ടൺ കൊടുക്കുക. ഇവിടെ ഫീറ്റൽ ലങ് മെച്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബെറ്റാമെത്താസോൺ. ഓക്കെ. ഇനി വാട്ട് ഡോസേജ് റെജിമെൻ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെൻ സ്റ്റാർട്ടിംഗ് ലിവോതൈറോസിൻ ഫോർ എ ഫ്രൈൽ എൽഡർലി പേഷ്യന്റ്? സോ ഒരു എൽഡർലി പേഷ്യന്റ് നമ്മൾ ലിവോതൈറോസിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോസ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിംഗ് ഡോസ് 5 മൈക്രോഗ്രാം ട്വൈസ് ഡെയിലി, 25 മൈക്രോഗ്രാം ഡെയിലി, 75 മൈക്രോഗ്രാം ഡെയിലി, 150 മൈക്രോഗ്രാം ഡെയിലി. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയത് 25 മൈക്രോഗ്രാം ഡെയിലി. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കൊരു എൽഡർലി പേഷ്യന്റ്, ഫ്രൈൽ എൽഡർലി പേഷ്യന്റ് നമുക്ക് ലിവോതൈറോസിൻ ഒരു ലോവർ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ലോവർ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ TSH ലെവൽ അനുസരിച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക, അല്ലെ? നമ്മൾ ലോവർ ഡോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഹൈ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഹാർട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ അതർ ഓർഗൻസിന്റെ ഒക്കെ ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തൈറോയ്ഡ് ഹോർമോണിന് പേഷ്യൻസ് മോർ സെൻസിറ്റീവ് ആവും. സോ നമ്മൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ലോ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ ഒരു 25 മൈക്രോഗ്രാം ഡെയിലി ഗ്രാജുവലി ആണ് ഏറ്റവും ലോ ഡോസിൽ നമുക്കൊരു എൽഡർലി പേഷ്യന്റ് കൊടുക്കാൻ പറ്റുക. ഓക്കെ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് 5 മൈക്രോഗ്രാം ട്വൈസ് ഡെയിലി എന്ന് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോയി. ഇത് ടു ലോ ആണ്. സ്റ്റാർട്ടിംഗ് തെറാപ്പി ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റുന്നതിൽ വളരെ കുറവ് ഡോസാണ്. സോ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയും 75 മൈക്രോഗ്രാം ഡെയിലിയും 150 മൈക്രോഗ്രാം ഡെയിലി ആണെങ്കിൽ അത് ഹൈ ഡോസ് ആണ്. സോ നമ്മൾ അതും ചൂസ് ചെയ്യാറില്ല. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് നോട്ട് അബ്സോർബ്ഡ് സിസ്റ്റമാറ്റിക്കലി വെൻ ഗിവൺ ഓർലി? സോ ഇതിലെ ഏതാണ് സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ. നോട്ട് അബ്സോർബ്ഡ് സിസ്റ്റമാറ്റിക്കലി, അതായത് ഓർലി കൊടുക്കുമ്പോൾ ഏതാണ് സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. സിഫാലെക്സിൻ, നിസ്റ്റാറ്റിൻ, ട്രൈമെത്തോപ്രിം, റിഫാംപിസിൻ. സോ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ്, നിസ്റ്റാറ്റിൻ ആണ്. നിസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഫംഗൽ മെഡിക്കേഷൻ ആണ്, അറിയായിരിക്കുമല്ലോ. സോ അത് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റമാറ്റിക്കലി അത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ഓറലി കൊടുത്താലും അത് നമ്മൾ സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യില്ല. അത് മോസ്റ്റ്ലി നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ, നമ്മുടെ GI ട്രാക്റ്റിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്റ്റാറ്റിൻ കൊടുക്കുന്നത്. എക്സാമ്പിൾ കാൻഡിഡിയാസിസ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഗട്ട് റീജിയനെ തന്നെ ലോക്കലൈസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിൽ എൻറ്റർ ചെയ്യാണ്ട് ആ ഒരു റീജിയനിലുള്ള ഇൻഫെക്ഷനെ തടയുകയാണ് നമ്മുടെ നിസ്റ്റാറ്റിൻ ചെയ്യുക. ഇപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് സിഫാലെക്സിൻ ആണെങ്കിലോ അത് സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യും. അത് മോസ്റ്റ്ലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ട്രൈമെത്തോപ്രിം ആണെങ്കിലോ അതും സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യും. നമ്മൾ UTI ഇൻഫെക്ഷൻസിനൊക്കെയാണ് നമ്മൾ ട്രൈമെത്തോപ്രിം കൊടുക്കുക. ഇനി റിഫാംപിസിൻ ആണെങ്കിലോ അതും നമ്മൾ സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യും. അത് TB അല്ലെങ്കിൽ അതുപോലത്തെ സീരിയസ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ റിഫാംപിസിൻ കൊടുക്കുക. ഓക്കെ.